രണ്ട് ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ആർക്കെങ്കിലും ശബ്ദമുയർത്തി വായിക്കാം. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കരിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. If Pastor can read in English. And he sought God in the days of Zechariah, who had understanding in the visions of God. And as long as he sought the Lord, God made him prosper. അഭിവൃദ്ധി എന്ന കാര്യം, സക്സസ് എന്ന കാര്യം ആഗ്രഹിക്കാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. And we all like being prosper. അഭിവൃദ്ധി ജീവിതത്തിൽ വേണോ എന്ന് ആഗ്രഹിച്ചാൽ ഞാൻ ഉൾപ്പെടെ പറയും എനിക്ക് അഭിവൃദ്ധി വേണം. If somebody asks you, do you want to prosper, even including me, I will say I want to prosper. ഈ അഭിവൃദ്ധി എന്ന വാക്കിന് പല വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. There are many different meanings and synonyms for this prosper. പ്രിയരേ, അഭിവൃദ്ധി ഒന്നാമത്തെ വാക്ക് അത് അനുഗ്രഹം എന്ന് പറയാം. And there is one which is called blessing. രണ്ട് വർദ്ധനവ് എന്ന് നമുക്ക് The second, it's called increase. അല്ലെങ്കിൽ ഒരുവന്റെ ജീവിതത്തിൽ വരുന്ന ഉയർച്ച എന്ന് പറയാം. Or it's a greatness that happens in one's life. പക്ഷേ എങ്ങനെയാണ് ഈ അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്? How does this prosperity get displayed in one's life? അതിനുള്ള ഉത്തരമാണ് ഈ വചനത്തിൽ നമ്മൾ വായിച്ചത്. And that's what the answer we read in these verses. പ്രിയരേ, ഇതാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്? ആരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്? Can you tell me to whose matter is being discussed here? നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കരിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. അപ്പം ഈ വാക്യം ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം ഉസ്സിയാവ് രാജാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. And we are talking about the king Uzziah over here. എങ്ങനെയാണ് ഉസ്സിയാവ് രാജാവായതെന്ന് വിശുദ്ധ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And we know that how did Uzziah became a king? തന്റെ അപ്പൻ അമസ്യാവ് മരിച്ചതിന് ശേഷം 16-ാം വയസ്സിൽ ബാലകനായി അവൻ രാജാവാകുകയാണ്. At the 16th year, when his father Amaziah died, he became a king. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ ഈ വചനം ധ്യാനിക്കാൻ പോകുന്നത്. And with that background, we are going to look into this verse. അപ്പം ഇവിടെയാണ് ഈ 5-ാമത്തെ വാക്യത്തിന്റെ പ്രസക്തി നമുക്ക് കാണാൻ കഴിയുക. That's where the importance of the verses 5 become more known. നോക്കിക്കേ, അപ്പനായിരുന്ന അമസ്യാവ് എന്ന രാജാവ് പെട്ടെന്ന് മരിക്കുന്നു. പെട്ടെന്ന് ആ ഭാരം ഉസ്സിയാവിന്റെ തോളിലേക്ക് വന്നു കയറുകയാണ്. And we can see that when the father Amaziah died, the whole things that came into his life was Uzziah's. നോക്കിക്കേ, ഒരു ചെറുക്കൻ, ഒരു 16 വയസ്സുള്ള ഒരു പയ്യൻ ഒരു ദേശത്തിന്റെ, ഒരു രാജ്യത്തിന്റെ രാജാവാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. We cannot even think about that. 16 years he became a king of a land. അപ്പം അങ്ങനെ ബാലകനായവൻ രാജാവായി വന്നപ്പോൾ അവിടെ വന്ന ഒരു ക്യാരക്ടറാണ് സെക്കരിയാവ് എന്ന് പറയുന്നത്. And here is a character during that time of Uzziah. This is where the Zechariah comes in. എന്താണ് സെക്കരിയാവിന്റെ എന്താണ് റോൾ അവിടെ? എന്തായിരുന്നു? What's the role of Zechariah? അതാണ് 5-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. ഉസ്സിയാവിനെ ദൈവഭയത്തിൽ ഉപദേശിച്ചു. ഈ അഭിവൃദ്ധി എന്ന വാക്ക് നമ്മൾ പരിചയപ്പെട്ടിട്ട് എങ്ങനെയാണ് അഭിവൃദ്ധിയിലേക്ക് ഉസ്സിയാവിനെ നയിച്ചതെന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. And we are going to see how the king was being prospered. അപ്പം ഇവിടെ ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്നപ്പോൾ അവിടെ സംഭവിച്ചത് സെക്കരിയാവിന്റെ ആയുഷ്കാലത്തോളം ഉസ്സിയാവിന് അഭിവൃദ്ധി ഉണ്ടായി. And we can see Uzziah became prosper during the time of Zechariah. പ്രിയരേ, അഭിവൃദ്ധി എന്ന വാക്ക് പരിഭാഷകളിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ 2-3 അർത്ഥങ്ങൾ എനിക്ക് മനസ്സിലായി. And 2 or 3 meanings I could find out when I was searching for synonyms for prosperity. ഒന്ന്, അഭിവൃദ്ധിക്ക് ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് God made him prosper. ദൈവം അവനെ പ്രോസ്പർ ചെയ്തു. And we can see there's one of the meaning is God made somebody prosper. രണ്ടാമത്തെ അഭിവൃദ്ധിക്കുള്ള പരിഭാഷകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം God made him success. അവന് സകല സക്സസും ദൈവം അവന്റെ ജീവിതത്തിൽ നൽകി കൊടുത്തു. And the second meaning that he became successful in his life. മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് God blessed him. ദൈവം അവനെ അനുഗ്രഹിച്ചു. അപ്പം
അഭിവൃദ്ധി എന്ന വാക്കിന് 3 അർത്ഥ തലങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. 1, ദൈവം അവനെ അനുഗ്രഹിച്ചു. 2, ദൈവം അവനെ പ്രോസ്പർ ചെയ്തു. 3, ദൈവം അവനെ സക്സസ്ഫുൾ ആക്കി. And we can see there are 3 different meanings that we discussed before, that he was blessed indeed, he became increased indeed, and he became prosper അപ്പം indeed. പ്രിയരെ, അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ സക്സസ്ഫുൾ ആവുക, അല്ലെങ്കിൽ രണ്ടാമത്തെ അർത്ഥം ബ്ലെസ്സഡ് ആകുക, അനുഗ്രഹിക്കപ്പെടുക, അല്ലെങ്കിൽ സ്തോത്രം ഉയർച്ച പ്രാപിക്കുക, പ്രോസ്പർ ആകുക. And we can see either being blessed or he become increased. That's the 2 different meaning, or the third meanings to become ഈ prosper. 3 അർത്ഥങ്ങൾ ക്രോഡീകരിച്ച ഒരു പദമാണ് ഇവിടെ അഭിവൃദ്ധി എന്ന വാക്ക്. And these are the 3 different meanings that has been summed up to call it as a prosper. ഈ ഒരു വാക്ക്, ഈ ഒരു അഭിവൃദ്ധി എന്ന പദം ഇഷ്ടപ്പെടാത്ത ആരുമില്ല. And nobody is there in this world who don't like the word prosper. ഞാൻ ഉൾപ്പെടെ ഭയങ്കരമായി ദൈവത്തിന്റെ അഭിവൃദ്ധി എനിക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. Including me, I always want that God's prosperity wants to be in my life. പക്ഷേ ചോദ്യം, എങ്ങനെയാണ് ഇത് ലഭിക്കുക? And the question is, how can I receive this? അത് നമുക്ക് ഈ വചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And let us all read from the verses that we read. നിങ്ങൾ ആ വാക്യത്തെ നന്നായി ഒന്ന് ശ്രദ്ധിച്ചാൽ Let us all look into those verses. ഇങ്ങനെയാണ് ഒരു പ്രത്യേക ഫ്രേസ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. There is a phrase over there. ദൈവ ഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കര്യാവിന്റെ ആയുഷ്കാലത്ത്. And we can see in the days of Zechariah, who had understanding the visions of God. അപ്പം ഈ ഉസ്സിയ രാജാവ് അനുഗ്രഹിക്കപ്പെടാൻ കാരണമായ ഒറ്റ സംഗതി സെക്കര്യാവ് എന്ന മനുഷ്യനാണ്. And we can see the blessings of Uzziah was just because of the Zechariah the person. എന്താണ് സെക്കര്യാവ് ചെയ്തത്? What did Zechariah did? ദൈവ ഭയത്തിൽ അവനെ ഉപദേശിച്ചു. And he always commanded him, and he sought him according to the fear of ഈ God. കാലഘട്ടങ്ങളിൽ ഡെലിവറൻസ് എന്ന പദം ഒത്തിരി നമുക്ക് ഇഷ്ടമാണ്. We all like the word deliverance. നമ്മളെല്ലാം ജീവിതത്തിൽ ഡെലിവറൻസിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. And we can see that we all wanted deliverance. എന്നാൽ ഈ വാക്യം നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഡെലിവറൻസ് വരുന്നത്. And we can, this verses say how the deliverance comes in. ഹല്ലേലൂയ. Hallelujah. നോക്കിക്കേ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവ ഭയം ഉള്ളവരായി തീരുക. First, you should have the fear of the Lord. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. This is what we read here. സെക്കര്യാവ് ഉസ്സിയാവിനെ ദൈവ ഭയത്തിൽ ഉപദേശിച്ചു. And we can see that Zechariah commanded Uzziah in the fear of the Lord. പ്രിയരെ, ഒരുവന്റെ ജീവിതത്തിൽ ഡെലിവറൻസ് സംഭവിക്കണമെങ്കിൽ, And if somebody has to be delivered, ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, and let me tell you based on this word, ദൈവ ഭയത്തിൽ ജീവിച്ചും if you are walking in the fear of the Lord, ദൈവ ഭയത്തിൽ ഉപദേശിക്കപ്പെട്ടും, and if you have been commanded and led by the fear of the Lord, ദൈവത്തെ അന്വേഷിച്ചും കൊണ്ട് നടക്കുന്നവനെ ദൈവത്തിന്റെ ആ പ്രോസ്പെറിറ്റിയിലേക്ക് ചെന്ന് കയറുവാൻ കഴിയുകയുള്ളൂ. and if you seek after the Lord, they are the only ones that will lead into the prosperity of God. ഒന്നുകൂടെ ഞാൻ പറയാം, Let me tell you one more ദൈവ time. ഭയം കൂടാതെ, Without the fear of the Lord, ദൈവത്തെ അന്വേഷിക്കാതെ without seeking our ദൈവം God, ആർക്കും ഡെലിവറൻസ് നൽകുന്നില്ല. nobody will get deliverance from God. പ്രിയരെ, ഇത് ദൈവത്തിന്റെ ഒരു പ്രവർത്തന രീതിയാണ്. This is the working image of God. നമുക്കെല്ലാം കാണുന്നതാണ്. ഇവിടെ വൈദ്യുതി ഉണ്ട്. We all know that electricity ഈ is here. വൈദ്യുതി പ്രവഹിക്കണമെങ്കിൽ അതിനൊരു ചാനൽ ആവശ്യമാണ്. There should be a channel for this electricity ഈ to work. ചാനൽ ഇല്ലാത്തിടത്തോളം കാലം ഈ വൈദ്യുതി ഇവിടെയുള്ള ബൾബുകൾ കത്തില്ല. And if there is no channel, these lights will not be glowing. അപ്പം ദൈവത്തിന്റെ അത്ഭുതം ജീവിതത്തിലേക്ക് പ്രവഹിക്കണമെങ്കിൽ, If the deliverance or the miracle has to flow into your life, ദൈവത്തിന്റെ പ്രോസ്പർ ഒരുവന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ, and if the prosper or God's prosperity has to come into your life, അതിനൊരു ചാനൽ ആവശ്യമാണ്. there should be a channel important. ആ ചാനലാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. And that's what we learn from here. എന്താണ് ആ ചാനൽ? What is that channel? ഒന്ന് ദൈവഭയം, First is the fear of the രണ്ട് Lord. ദൈവത്തെ അന്വേഷിക്കുക, Second, seek the Lord. രണ്ട് ദൈവ കൃപയിൽ നടക്കുക. Second is a walk in the grace of the Lord. അപ്പം എങ്ങനെയാണ് ഉസ്സിയാവിന് അഭിവൃദ്ധി ഉണ്ടായത്? And how did he prosper? ദൈവഭയത്തിൽ അവൻ ഉപദേശിക്കപ്പെട്ടു. And he was being commanded by the fear of the Lord. അവൻ ദൈവഭയത്തിൽ നടന്നു. And he walked in the fear of the അവൻ Lord. ദൈവത്തെ അന്വേഷിച്ചു. And he seeked after God. പ്രിയരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം Let me പറയാം. tell you, my beloved,
ഞാൻ ഇവിടെ നിന്ന് 100 പ്രാവശ്യം ഡെലിവറൻസ് 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 എന്ന് പറഞ്ഞാൽ ഡെലിവറൻസ് നടക്കില്ല. If I call out and hear 100 times deliverance and deliverance, nothing will happen. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എൻ്റെ ശബ്ദം മുഴുവൻ എടുത്താലും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കില്ല. If I walk out and shout out, there's nothing will happen in your life. എനിക്ക് എത്രയും ശബ്ദം ഉയർത്താം, കീബോർഡിന് എത്രയും ശബ്ദം കൂട്ടാം, അതൊക്കെ ഇവിടെ സംഭവിക്കും. എന്നാൽ ഡെലിവറൻസ് നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ചാനലുണ്ട്, ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയുണ്ട്. ഇന്ന് പകലിൽ അതാണ് വിശുദ്ധ വചനം പറയുന്നത്. ദൈവ ഭയത്തിൽ ജീവിക്കുക, ദൈവത്തെ അന്വേഷിക്കുക. And we can see that if you want to be blessed, there is a channel to achieve it, that you have to seek after the Lord and you have to be in the fear of the Lord. ഈ ദൈവ ഭയത്തിൽ ഇവനെ ഉപദേശിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? When he was instructed in the fear of the Lord, what happened? അവൻ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. He started seeking after the Lord. ഒന്ന് ദൈവ ഭയത്തിൽ അവനെ ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ 2-3 അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. There are 2 or 3 meanings to that particular word. ഒന്ന്, he taught him to obey God. ദൈവത്തെ അനുസരിക്കാൻ സെക്കരിയാവ് ഉസിയാവിനെ പഠിപ്പിച്ചു. And we can say that he taught the king to obey God. To obey God. Amen. ദൈവത്തെ അനുസരിക്കാൻ ഉസിയാവിനെ പഠിപ്പിക്കുകയാണ്. And he taught Uzziah to be obedient to God. ഗ്ലോറി ഗ്ലോറി, രക്തം ജയമെന്ന് പറഞ്ഞാൽ പ്രിയരേ, ഒന്നുകൂടെ ഞാൻ പറയാം, ഡെലിവറൻസ് വരില്ല. And if you say glory glory and the name of blood of Jesus, these things will not come through. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പ്രോസ്പർ ജീവിതത്തിൽ വെളിപ്പെടണോ? ഇന്ന് പകലിൽ ദൈവത്തെ അനുസരിക്കാൻ നമുക്ക് ഒരു മനസ്സുണ്ടാകണം. And if you want to prosper, that for surely we should be having an obedient heart. അവിടെയാണ് ദൈവത്തിന്റെ വിടുതൽ നമ്മളിലേക്ക് വരുന്നത്. That's where the deliverance will come. ഇന്ന് പകലിൽ ദൈവ ഭയത്തിലേക്ക് നീങ്ങാൻ നമുക്കിടയായി തീരണം. Oh, we have to move with the fear of the Lord. വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുന്നു. And we can see that from the heaven he is looking after somebody, that is there anybody who is having the fear of the Lord. ഇന്നും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവരെയാണ്. Even today God is seeking after who is going to follow him. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ വിടുതൽ അവരിൽ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. Do you know why? Because he wants to display his power unto them. ദൈവത്തിന്റെ പ്രോസ്പെരിറ്റി അവരിലേക്ക് ദൈവത്തിന് കൈമാറേണ്ടതായിട്ടുണ്ട്. Because he has to transfer the prosperity to the people. അതിന് ദൈവം അന്വേഷിക്കുകയാണ്. And therefore that God is seeking after people. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. Is there anybody who is knowledge enough to seeking God? അപ്പം ഒന്ന്, ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, he taught him to obey God. ദൈവത്തെ അനുസരിക്കാൻ അവനെ പഠിപ്പിച്ചു. And we can see that when he was instructed, that means he taught them to obey the Lord. രണ്ട്, ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ അർത്ഥം ഞാൻ പറയുകയാണ്. The second meaning to the word that the fear to make him teach the fear of the Lord means ദൈവത്തെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിച്ചു. and he taught them how to respect God. Hallelujah. Hallelujah. ദൈവത്തെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിച്ചു. He taught them how to respect God. ഈ കാലഘട്ടങ്ങളിൽ ദൈവസഭയ്ക്ക് ദൈവമക്കളിൽ കുറഞ്ഞു വരുന്ന കാര്യമാണ് ദൈവത്തെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്. These days the church and different people of the believers, this is one of the things that they have lost the respect towards God. പ്രിയരേ, നമുക്ക് ദൈവഭയമുണ്ടോ? Do we have the fear of the Lord? കൂടപ്പിറപ്പേ, നിങ്ങൾ ദൈവത്തെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? Oh, my relative, do you have the respect towards God? ദൈവത്തിന് കൊടുക്കേണ്ട സമയം കൊടുക്കുന്നുണ്ടോ? Do you give time to the Lord? ദൈവഭയം നിങ്ങളിലുണ്ടോ? Do you have the fear of the Lord? നമ്മൾ രക്ഷിക്കപ്പെട്ട ആ സമയത്തെ ദൈവഭയം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? During the time when you felt the salvation of the Lord, do you have the same fear of the Lord? നിങ്ങൾ സ്നാനപ്പെട്ട ഒരു സമയം ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അന്ന് ദൈവത്തിന് കൊടുത്ത റെസ്പെക്ട് ഇപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? The time when you took baptism, the same fear of the Lord and the time, are you able to give to the Lord today? ഇല്ലെങ്കിൽ ഈ മെസ്സേജ് ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുക നിങ്ങളെ തന്നെ. Or else this message, let it be a revival or a different thinking to your life. Hallelujah. പ്രിയരേ, ഈ ബൈബിളിലെ ഓരോ വാക്കും എന്ന് പറയുന്നത് ഗോഡ് ബ്രീത്ഡ് ആണ്. And we can see this is all God breath. ഇത് വെറുതെ ഒരാൾ എഴുതിയതല്ല. And this is not as somebody who just wrote it. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ്. This has been written by the Holy Spirit. ഇതിനകത്തെ ഓരോ പദവും പരിശുദ്ധാത്മാവ് പറഞ്ഞ് രചിക്കപ്പെട്ടതാണ്. Every word has been written by the Holy Spirit. അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ ദൂത് നിങ്ങളോടുള്ള ദൂതാണ്. Therefore this is the message towards you by the God. ജീവിതത്തിൽ സക്സസ്
ഉണ്ടാകണമോ ദൈവ ഭയം നമ്മളിലേക്ക് വരട്ടെ. If you want to be successful in life, you should have the fear of the Lord. ഓ ജീവിതത്തിൽ പ്രോസ്പർ ഉണ്ടാകണമോ ഇന്ന് പകലിൽ ദൈവത്തെ അന്വേഷിക്കാൻ ഒരു കൊതി, ഒരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. And if you want to be prosper in life and God, let me tell you, you should have a greediness to seek after Him. ഇങ്ങനെ ഇന്ന് പകലിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. Hallelujah. Thank you, Jesus. നോക്കിക്കേ, അപ്പം ദൈവഭയത്തിൽ അവനെ നടത്തി, ദൈവഭയത്തിൽ ഉപദേശിച്ച് നടത്തി. And he instructed him to walk in the fear of the Lord. ഹല്ലേലൂയ. Hallelujah. ദൈവഭയത്തിൽ ഉപദേശിച്ച് നടത്തിയ സെക്കരിയാവിന്റെ കണ്ണ് എപ്പോൾ അടഞ്ഞോ അന്ന് ഉസിയാവിന്റെ ജീവിതത്തിലുള്ള അഭിവൃദ്ധി മാറിപ്പോയി. And we can see the prosperity was vanished as soon as the eyes were closed. Zechariah's eyes were closed. ഒന്നുകൂടെ ഞാൻ പറയാം. Let me tell you one more time. ദൈവഭയത്തിൽ ഉപദേശിച്ച് നടത്തിയ സെക്കരിയാവിന്റെ കണ്ണ് എന്നടഞ്ഞോ അന്ന് ആ ഉസിയാവിന്റെ ജീവിതത്തിൽ നിന്ന് അഭിവൃദ്ധി മാറിപ്പോയി. And we can see when the eyes of Zechariah, who instructed Uzziah to walk in the fear of the Lord, when his eyes were closed, we can see the prosperity of Uzziah started to ഇതേ decline. അധ്യായം അതിന്റെ 16 വാക്യം മുതൽ നമുക്ക് ആ സംഭവം കാണാം. We can read from the chapter in the verses 16 onwards. ഇങ്ങനെയാണ് വായിക്കുന്നത്. 2 ദിനവൃത്താന്തം 26:16. 26:16 of 2 Chronicles. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. When he was strong indeed, his heart was lifted unto his destruction. ആരാണ്? ഉസിയാവ് ബലവാനായപ്പോൾ. When the Uzziah became strong. എനിക്കെല്ലാം ആയെന്ന ചിന്ത When he വന്നപ്പോൾ. thought that everything is there for me. ഇനിയും ആരെയും ആശ്രയിക്കേണ്ടെന്ന ചിന്ത വന്നപ്പോൾ. When he told that I don't want to even be dependent on anybody. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. And we can see that his heart was lifted up for his own destruction. ഇന്ന് പകൽ ദൈവസഭയെ ഞാൻ ഒരു കാര്യം പറയട്ടെ. Let me tell you, the church, നിഗളം എപ്പോൾ ജീവിതത്തിൽ വരുന്നു? whenever you feel an egoistic person or proud in your life, നിങ്ങളുടെ നാശത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. that's the first step of your destruction. ഒന്നുകൂടെ ഞാൻ പറയാം. Let me tell you one more time. നിഗളം എപ്പോൾ ജീവിതത്തിൽ വരുന്നു? Whenever the proud comes into your life, നിങ്ങളുടെ നാശത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണത്. that is the first step of destruction. ഉസിയ രാജാവിന് സംഭവിച്ചത് അതാണ്. This is the same thing that happened to King Uzziah. തന്നെത്താൻ ബലവാനെന്ന് അവന് തോന്നി. He thought that he was strong indeed. നാശത്തിനായി അവൻ നിഗളിച്ചു. And we can say that he lifted himself for destruction. എന്താണ് അവൻ അവിടെ ചെയ്തത്? What did he do there? എന്താണ് യഹോവയോട് കുറ്റം ചെയ്തത്? What did he do against God? ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ അവൻ കടന്നു ചെന്നു. And he went into the temple to burn the incense upon the altar. ആരാണ് ധൂപം കാട്ടുന്നത്? Who should be the one who should be burning the incense? പുരോഹിതന്മാരാണ് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. It should be always the priest that should burn the എന്നാൽ incense. ഇവിടെ ഒരു രാജാവ് ചെല്ലുകയാണ്. Here is the king going into the temple. അവൻ ഇന്ന് ബലവാനാണ്. Today he is very strong. അവൻ ഇന്ന് എല്ലാം ഉണ്ട്. Today he has everything. അവൻ ചെന്നിട്ട് പറയുന്നു ഞാൻ ധൂപം കാട്ടാം. And he said that I will burn the incense. പുരോഹിതന്മാർ മാറി നിന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം അവനോട് പറഞ്ഞു. And the priest just backward and so told him like this. ഉസിയാവേ നീ രാജാവായിരിക്കും. Hey Uzziah, you may be the king. നിനക്കെല്ലാം ഉണ്ടായിരിക്കും. You may have everything. എന്നാൽ ഇത് നിനക്ക് മാനമായിരിക്കില്ല. But this will not be an honor to you. എന്നാൽ അവരുടെ വാക്ക് അവൻ കേട്ടില്ല. But he didn't obey his word. അവരോട് അവൻ കോപിക്കാൻ തുടങ്ങി. He started being angry against them. നോക്കിക്കേ, അവരുടെ മുന്നിൽ അവൻ ധൂപം കാട്ടാൻ കടന്നു ചെല്ലുകയാണ്. And he went up to burn the incense. പുരോഹിതന്മാർ നോക്കി നിൽക്കെ Before the priest. അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. And we can see he became a leopard right in the forehead. എപ്പോൾ സെക്കരിയാവിന്റെ കണ്ണടഞ്ഞോ? When the eyes of the Zechariah was closed. എപ്പോൾ ദൈവ ഭയം അവന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടോ? When the fear of the Lord was lifted up from his life. അപ്പോൾ മുതൽ അവൻ തകരാൻ തുടങ്ങി. From that time the destruction started happening. ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ ഒരു ദൂത് കൈമാറാം. Let me all pass down in the Holy Spirit. ദൈവ ഭയം മാറരുത് കേട്ടോ. Oh, fear of the Lord should not be away from you. ദൈവത്തെ അന്വേഷിക്കുന്ന ആ കൊതി നിങ്ങളിൽ നിന്ന് കുറഞ്ഞു പോകരുത് കേട്ടോ. The greediness to seek after the Lord should not be slow down in your life. ദൈവത്തോടുള്ള റെസ്പെക്റ്റ് കുറയരുത് കേട്ടോ. You should not slow down giving respect to the Lord. അതിനകത്താണ് നിന്റെ സക്സസ് ഒളിഞ്ഞു കിടക്കുന്നത്. Because there is the secret of your success. അതിനകത്താണ് നിന്റെ ഡെലിവറൻസ് ഒളിഞ്ഞു കിടക്കുന്നത്. There is the secret of the deliverance that is hidden. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. Let's all praise God. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, ഒത്തിരി കാര്യം പറയണമെന്നോ സമയയുടെ
ചുരുക്കം കാരണം ഞാൻ ഓടിപ്പോകുകയാണ്. Without the time, because we don't have time, I'm just running away. അപ്പം ഒന്ന്, you have to respect and obey God. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുക, നിങ്ങൾ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുക. You have to respect God and fear the Lord. Hallelujah. Hallelujah. അതിന്റെ മറ്റൊരു ഭാഗം ഞാൻ പറയട്ടെ. The second part I would like to tell. ദൈവഭയത്തിൽ നിന്നെ ഉപദേശിക്കാൻ സെക്കരിയാവിനെ പോലെ ആൾക്കാർ നിന്റെ ചുറ്റുമുണ്ടെങ്കിൽ, And if there is somebody who is there like Zechariah to instruct you around you, ദൈവഭയത്തിൽ നിന്നെ നടത്താൻ ഒരു സെക്കരിയാമാർ ഈ കാലഘട്ടം നിനക്കുണ്ടെങ്കിൽ, in this age, if there is anybody like Zechariah in this age to guide you, നിങ്ങൾ പ്രോസ്പർ ആയിരിക്കും. you will be prospered. ഈ നമ്മളെ ഉപദേശിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. And we don't like people, just somebody advising you. നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഇഷ്ടമല്ല. We don't like somebody guiding us. ദൈവവചനത്തിന്റെ വ്യവസ്ഥ, And how the word of God works, ഇന്ന് പകലിൽ നിങ്ങൾ ഒരു മെന്ററിനെ കണ്ടെത്തണം. and you should find a mentor. എന്തിനാണെന്നറിയാമോ? Do you know why? നിങ്ങൾ പറയുന്നതിനെല്ലാം ആമേൻ പറയാനല്ല. It is not that to say amen for everything that you say. നിങ്ങൾ ചെയ്യുന്ന തെറ്റിനെ വിരൽ ചൂണ്ടുന്ന സെക്കരിയാമാരെ നിങ്ങൾ കണ്ടുപിടിക്കണം. You should find out a Zechariah in your life who will point out the mistakes in your life. നിന്റെ കുറ്റം നേരെ കൈവിരൽ ചൂണ്ടി നിന്നോട് പറയുന്ന സെക്കരിയാമാരുണ്ടോ, നിങ്ങൾ പ്രോസ്പർ ആയിരിക്കും. And if you have a Zechariah who points out the mistake in your life, you will surely be prospered. Hallelujah. 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 Thank you, Jesus. ഈ കാലഘട്ടങ്ങളിൽ ആത്മീയ ലോകത്ത് In the spiritual world, മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. there is a process called mentorship. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ When I was in the Bible college, എനിക്കുണ്ടായിരുന്നു മെന്റേഴ്സ്. there are mentors that I had. എന്തിനാണെന്നറിയാവോ? Why did I? നമ്മളെ ഒന്ന് ഒതുക്കാൻ, Because they want to keep me in tight. നമ്മളെ ഒന്ന് ഇടിക്കാൻ, Because just to crush us. നമ്മുടെ വാക്കുകളൊക്കെ പറയുമ്പോൾ അത് തെറ്റായിരുന്നു എന്ന് മുഖത്ത് നോക്കി പറയാം. And to just to tell right on the face that what you have said is നമ്മളെ wrong. ഒന്ന് മെരുക്കാൻ In order to tame us, ചില മെന്റേഴ്സ് വേണം. some mentors should be there. അതൊരു പക്ഷേ ചർച്ചിലെ പാസ്റ്റർ ആകാം, Maybe it is a pastor, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു മെന്റർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകാം. or maybe a mentor that you found. ആരുമായിക്കൊള്ളട്ടെ, Whoever may be, സെക്കരിയമാരുണ്ടാകണം ഈ കാലഘട്ടത്തിൽ. there should be a Zechariah in your life. സെക്കരിയമാര് കുറഞ്ഞു പോകുന്നതാണ് ദൈവസഭയുടെ അപജയത്തിന്റെ വിഷയം. And the destruction of the churches, these type of Zechariahs are getting the lesson. ദൈവഭയത്തിൽ ഉപദേശിച്ച് നടത്തുന്ന സെക്കരിയമാരില്ലാത്തതാണ് ഈ കാലഘട്ടത്തിലെ ദൈവസഭയുടെ പരാജയം. We can see the lessoning of all the Zechariahs who don't instruct the people of God in the fear of the Lord is the main reason for church becoming destruction. Hallelujah. Hallelujah. അപ്പോൾ അഭിവൃദ്ധി വേണോ? If you want to be prosperous, ദൈവത്തിന്റെ റൂട്ടിലേക്ക് കയറുക. come into the root of God. ദൈവത്തിന്റെ വർക്ക് ഫ്ലോയിലേക്ക് കയറുക. And you just get into the workflow of God. ഒരുപാട് വാക്യങ്ങൾ ഇതിൽ നിന്ന് എനിക്ക് പറയണമെന്നുണ്ട്. I would like to say many words from എന്നാൽ this. ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. We are going to pray with just one word. മക്കളെ, 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം ഓടിച്ചൊന്ന് വായിച്ചേ. 7:14 of 2 Chronicles. അവിടെയും നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ പ്രവർത്തന രീതി. And here also we see a strategy of God. ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചും എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. If my people which are called by name shall humble themselves and seek my face and turn from their wicked ways, then will I hear from heaven and will forgive their sins and will heal their land. ഇത് ഒരു കണ്ടീഷണൽ ആണ്. This is a conditional. നോക്കിക്കേ, ആ വാക്യം ശ്രദ്ധിച്ചേ. Let us all look into the words. ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ, If you turn from the wicked ways, നിങ്ങൾ സഞ്ചരിക്കുന്ന മാർഗത്തിൽ നിന്ന് ഒരു യു ടേൺ എടുക്കുമെങ്കിൽ, if you take a U-turn from the travel that you are doing, for the സ്വർഗത്തിൽ journey, നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. the heaven will hear and forgive their sins and heal their land. പുതിയ നിയമത്തിൽ കർത്താവിന്റെ പല അത്ഭുതങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, In the Old Testament there is all many things that we read. അവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു പദമുണ്ട്, കർത്താവ് എടുത്തു പറയുന്ന ഒരു പദമുണ്ട്. There is particular word that our Lord says. മിക്ക സൗഖ്യങ്ങളിലും കർത്താവ് ഇത് പറയാറുണ്ട്. And most of the time he says that. ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്: അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനിയും പാപം ചെയ്യരുത്. And you should not sin so that you will have more transgressions in your life.
കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ദൂത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. And these type of messages people don't like it. എല്ലാവർക്കും മുഷിച്ചിലാണ് ഇങ്ങനെയുള്ള ദൂത്. And people don't like this type of messages. എന്നാൽ എൻ്റെ ഹൃദയം തുറന്ന ഞാൻ ഇന്ന് പകൽ ദൈവസഭയോട് ഈ ദൂത് വിളിച്ചു Today I am പറയുന്നത്. speaking to you with an open heart. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. Because everybody is beloved to God. ദൈവത്തിന്റെ പ്രോസ്പെരിറ്റി ദൈവം നിങ്ങളുടെ മേൽ അയച്ചിരിക്കും. God will send his prosperity unto you. ഇന്ന് പകൽ ദൈവ ഭയം ഉണ്ടാകണേ. You should have the fear of the Lord. ദൈവ ഭയത്തിൽ നടക്കണേ. You should walk in his ways. ദൈവത്തെ അന്വേഷിക്കണേ. And you should seek after him. ഓ ഹല്ലേലൂയ. ഉപദേശിച്ച് നടത്തുന്ന സെക്രിയമാരെ കണ്ടുപിടിക്കണേ. You have to find out and seek after the Zechariahs in your life. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. And there is a beautiful verse in Zechariah. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. And you have to seek after when you can find and you are able to find him. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. And when he is very close to you, just seek after him. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഒരു ദാഹമുണ്ടാകണം. ഒരു ദാഹമുണ്ടാകണം. You should have a thirst in your life. ദൈവത്തെ അന്വേഷിക്കാൻ ഒരു ദാഹം. To seek after him, a thirst has to be there. ആ കർത്താവിനെ ഒന്ന് പിൻപറ്റാൻ ഒരു ദാഹം. Oh, to follow and to seek after him, you should have a thirst. പ്രിയരെ, നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ കാണുന്ന ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. And there may not be anybody in your life who when you are traveling all alone. നിങ്ങളെ കാണുന്ന ഒരു കർത്താവുണ്ട്. There is a God who seeks you and he looks after you. അവന്റെ കണ്ണ് എപ്പോഴും തുറന്നിരിക്കുകയാണ്. His eyes are always open. അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് നിന്നെ നോക്കുന്നുണ്ട്. And he is looking after from heaven. ഇന്ന് പകലിൽ ആ കർത്താവിനെ ഒന്ന് ഒബേ ചെയ്യാൻ ഇന്ന് പകലിൽ ഒരു ആഗ്രഹം ഒന്നുകൂടെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. Oh, let us increase to obey him. ആ കർത്താവിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാം. Let us to respect him. പകലിൽ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. Oh, this morning let us have that thirst. ഞാൻ ഒരു ദൂതോടെ പറയട്ടെ. നമ്മൾ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിന്റെ ബാധ്യതയൊന്നുമല്ല കേട്ടോ. അത് ഗൗരവമായ ഒരു ദൂതാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിന്റെ ബാധ്യതയൊന്നുമല്ല. It is not a debt for God that we should be prosperous. നമ്മൾ ദൈവവുമായി എങ്ങനെ ആയിരിക്കുന്നു എന്നതിൽ അപേക്ഷിച്ചാണ് ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് നമ്മളിൽ വരുന്നത്. What is the relationship between us and the God? It all depends, the prosperity depends on that. നമ്മുടെ റെസ്പോൺസിബിലിറ്റി. How is our responsibility? നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? How is our relationship with God? ഇതിനകത്താണ് ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് നമ്മളിലേക്ക് ഒഴുകി വരുന്നത്. This is where the blessings will flow through you. അങ്ങനെ ദൈവം അവൻ ഒരു വഴി തുറന്നാൽ, And if like that, if God opens up a way, നീ ദൈവത്തെ അന്വേഷിച്ചിട്ട് ദൈവം ഒരു വഴി നിനക്ക് വേണ്ടി തുറന്നാൽ, when you seek after the God and if he opens up a way, നീ ദൈവത്തെ റെസ്പെക്ട് ചെയ്തിട്ട് ദൈവം ഒരു വഴി തുറന്നാൽ, when you respect God and he opens up a way, ഏത് മന്ത്രവാദിക്ക് ആ വഴി അടയ്ക്കാൻ പറ്റും? no wicked person can stop it. ഏത് ആഭിചാരകൻ ആ വഴി അടയ്ക്കാൻ പറ്റും? No witchcraft power can close it. ഏത് പൈശാചിക മേഖലകൾക്ക് ആ വഴി അടയ്ക്കാൻ പറ്റും? No power of darkness and Satan can close കാരണം ഈ those doors. അനുഗ്രഹം നിന്നിൽ വരുന്നത് നീ ദൈവത്തെ അനുസരിച്ചതുകൊണ്ടാണ്. Because your blessings came after seeking after the Lord. ഹല്ലേലൂയ. Hallelujah. ആ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിലാണ്. Let all eyes be closed. ഹൃദയമെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് Let the hearts be opened. ഇന്ന് പകലിൽ ഒരു അഭിവൃദ്ധിയുടെ സീസൺ നമുക്ക് വേണ്ടി കർത്താവ് തുറക്കട്ടെ. Let the season of prosperity be open for us. ദൈവത്തെ അന്വേഷിക്കുക. Oh, let us all seek after God. ദൈവത്തെ അനുസരിക്കുക. Let us obey God. ദൈവത്തെ ഭയപ്പെടുക. Let's fear God. 3 വാക്കുകൾ. 3 words. ദൈവത്തെ അന്വേഷിക്കുക. You seek after God, ദൈവത്തെ അനുസരിക്കുക. obey God, ദൈവത്തെ ഭയപ്പെടുക. and then fear the God. പകലിൽ ആ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് തുറന്നിട്ട് പറ, കർത്താവേ, And let us all open up our heart and say, അങ്ങേ അധികമായി അനുസരിക്കാൻ, and I would like to really obey അങ്ങേ you അധികമായി ഒന്ന് അന്വേഷിക്കാൻ, in order to seek after you, അങ്ങേ അധികമായി ഒന്ന് ഭയപ്പെടാൻ, in order to fear your Father increasingly. അവിടെ എന്നെ ഒന്ന് സഹായിക്കണമെന്നൊന്ന് പറഞ്ഞു. Oh, just help me out. കർത്താവേ, ഈ നിന്റെ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. Oh Lord, we bless you. ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ജനത്തിന്മേൽ വന്നു ചേരട്ടെ. Let all this blessing come upon them. സ്വർഗീയ നന്മകളും അതിന്റെ നിറവുകളും ജനത്തിന്മേൽ വരട്ടെ. Let the blessings of the Lord and the overflowing power of it come into them. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും അതിന്റെ കലവറകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ തുറന്നു വരട്ടെ. Let all the blessings of our God be poured upon these people. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus.